കാസർഗോഡ് പൈവളികയിൽ 15-കാരിയുടെ മരണത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നിയമത്തിന് മുന്നിൽ വിവിഐപിയും തെരുവിൽ താമസിക്കുന്നവരും തുല്യരാണ് എന്ന് കോടതി പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ നാളെ ഹൈക്കോടതിയിൽ കേസ് ഡയറിയുമായി ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, എങ്ങനെയാണ് കോടതി ഈ വിഷയത്തിൽ പോലീസിനെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത്? അനുജ, പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് വന്നിട്ടുള്ളത്. കാസർഗോഡ് 15-കാരിയുടെ മരണത്തിൽ പോലീസിനെ രൂക്ഷമായി ഹൈക്കോടതി വിമർശിച്ചു. ഒരു വിഐപിയുടെ മകളായിരുന്നെങ്കിൽ പോലീസ് ഇങ്ങനെ കാണിക്കുമോ എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. അതായത് കാണാതായതിനു ശേഷം ഇത്രയും കാലം ഈ കുട്ടിയെ അന്വേഷിക്കുന്നതിന് അല്ലെങ്കിൽ കണ്ടെത്തുന്നതിന് കാലതാമസം നേരിട്ടതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. നിയമത്തിന് മുന്നിൽ വിവിഐപിയും തെരുവിൽ താമസിക്കുന്നവരും തുല്യരാണ് എന്ന് കോടതി പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ നാളെ ഹൈക്കോടതിയിൽ കേസ് ഡയറിയുമായി ഹാജരാകണം എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. മണ്ടേക്കാപ്പിൽ 26 ദിവസം മുൻപ് കാണാതായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയും അയൽവാസിയായ 42-കാരനെയും കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ നാളെ കോടതിയിൽ എന്ത് പറയും എന്നത് കാത്തിരുന്ന് കാണാം. ശരി, പൈവളികയിലെ 15-കാരിയുടെ മരണത്തിലാണ് പോലീസിന് കോടതിയുടെ രൂക്ഷ വിമർശനം. കേസ് ഡയറിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ നാളെ ഹാജരാകണമെന്നുള്ളതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്.